അപ്പം നിങ്ങൾ പറയുന്നത് ശരിക്കും കാർത്തിക, നിങ്ങൾ പറയുന്നത് ഈ പിന്നെ വിവാഹമോചനം നേടുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അമ്മ വിവാഹമോചനം നേടാത്തതുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത്. അതൊരു സ്വാർത്ഥതയല്ലേ? ശരിക്കും ആ അമ്മയുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നിങ്ങളൊരു മാർക്കോ, ഒന്നാമത്തെ ക്വസ്റ്റിന് തന്നെ ആദ്യം തന്നെ മറുപടി പറയാം. നോക്കൂ മാർക്കോ, ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം അങ്ങനൊന്നില്ല. അത് ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കൈക്ക് ഒരു വീക്കം വന്നു, നമ്മ എന്ത് ചെയ്യും? വിരൽ മുറിച്ചു കളയോ? ഇല്ലല്ലോ. കൈ, നമ്മുടെ കൈവിരലിനേക്കാളും വലിയതല്ലേ വിവാഹ ബന്ധം? അല്ലേ സുഹൃത്തെ? അപ്പൊ പിന്നെ വിവാഹമോചനമാണോ അതിന്റെ സൊല്യൂഷൻ? ആണോ? എന്താണ് ഈ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാന്നുള്ളത്. ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലും ആ സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം എന്നുള്ളത്. പറഞ്ഞു, താങ്കൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നാണ് ഓക്കെ. മനസ്സിലാക്കുന്നത്. രണ്ടാമത് നിങ്ങൾ പറയുന്നതിലുള്ള നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പറയുന്ന ഒരു സ്ത്രീ വിരുദ്ധതയില് നിങ്ങൾ ഒരു ബൈ മാരേജ് ആണ് നിങ്ങൾക്ക് ഒരു വിസ അവിടെ കിട്ടി പോകുന്നത് പറഞ്ഞു. അതായത് നിങ്ങളൊരു സ്ത്രീയാണ് അവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ ജനാധിപത്യത്തെയും സ്ത്രീത്വത്തെയും അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പറയുന്നത് അവിടെ ജനാധിപത്യം ഇല്ല അങ്ങനെയല്ല മാർക്കോ, എന്നൊക്കെയാ പറയുന്നത്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മാർക്കോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വെള്ളക്കാരൻ വന്നു കഴിഞ്ഞാല് അവിടെ ഒരു മോശം കാര്യം കണ്ടു കഴിഞ്ഞാല് അവനത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അത് തെറ്റാണെന്ന് പറയാനുള്ള അത് അവന്റെ അഭിപ്രായമാണ്. അഭിപ്രായം പറയണ്ടേ? എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിലുള്ള ചിന്ത എന്റെ അഭിപ്രായ രൂപത്തിലല്ലേ നിങ്ങൾ അറിയുന്നത്. അത് അറിയാണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും? അത് പറയരുതെന്ന് പറയുന്നത് അടിമത്വമല്ലേ അത്? ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ആരും ഇവിടെ പിടിച്ച് ജയിലിലൊന്നും ഇടാൻ പോണില്ല. മനസ്സിലായോ? ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കയറി ഉത്തരം പറഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. അല്ലെ, മാർക്കോനെ അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. എന്റെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. ഓക്കെ, അടുത്ത ആന്റിയിലേക്ക് പോവാം. നമുക്ക് കുറെ ആളുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വേണമെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാം. ഓക്കെ, ആന്റി ഉണ്ടോ? നമസ്കാരം. നമസ്കാരം കാർത്തിക് ജി. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഈ ഒരു ടോക്ക് കേൾക്കാൻ പറ്റുന്നു. ഭാവിയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം നമ്പർ 1. ഒരുപാട് ആധ്യാത്മിക ഗുരുക്കന്മാർ ഹിന്ദു സമുദായത്തിന്റെ അല്ലെ സനാതന ധർമ്മത്തിന്റെ ഭാഗമായി കാണുന്നുണ്ട്. ഇവരെല്ലാം കള്ളന്മാരാണെന്നും ഇവര് മുഴുവൻ വ്യാജത്തരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കി തന്നത് കാർത്തിക് ജിയാണ്. കാരണം സിമന്റ് നാണു മുതൽ ഡബിൾ ശ്രീ രവിശങ്കർ വരെ, അതായത് പരമേശ്വര പവിത്രപുത്രനാണ് യേശുവെന്നും മുത്തുനബി രത്നമാണെന്നും അതോടൊപ്പം തന്നെ പരമശിവൻ മഹാവിഷ്ണുവിന്റെ ആസനത്തില് ആനൽ ഫക്ക് ചെയ്തിട്ടുണ്ടായതാണ് അയ്യപ്പൻ എന്നൊക്കെയുള്ള കഥയൊക്കെ പറഞ്ഞു വരുത്തി LGBTQIA+ മെമ്പേഴ്സിനെ സ്വന്തം സംഘടനയിലേക്കും ഒക്കെ കയറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം നടത്തുന്ന ഗൂഢതന്ത്രത്തെ പറ്റിയിട്ടും ഒക്കെ അങ്ങ് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ എല്ലാ ഗുരുക്കന്മാരും ഇതൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ എല്ലാ ഗുരുക്കന്മാരെയും ഈ സോകോൾഡ് ഹിന്ദുത്വത്തിന്റെ പേരിൽ നടക്കുന്ന സംഘടന വിശ്വ ഹിന്ദു പരിഷത്ത് വരെ താങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ ആരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങയുടെ ഭാഷ വിശ്വാസി എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല, ഈ ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സംസ്കാരം കൊണ്ടുനടക്കുന്ന വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ കൊണ്ടുനടക്കുന്ന ആൾക്കാർ വിശ്വസിക്കേണ്ടത്? സ്വാമിമാരും ഇങ്ങനെ തന്നെ തട്ടിപ്പ് കാണിക്കുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോക്കോൾഡ് സംഘടനകളും ഇങ്ങനെ തന്നെ തട്ടിപ്പ് കാണിക്കുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ ഇടയ്ക്ക് ഇതിന്റെ പേര് വന്നിട്ട് മനോജ് എന്ന് പറഞ്ഞ ഒരാള് എറണാകുളത്ത്, അയാളൊപ്പം ഇത് തന്നെയാണ് ഫോളോ ചെയ്തത്. ആരെയാണ് വിശ്വസിക്കേണ്ടത് താങ്കൾ? നോക്കുജി, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ താങ്കൾ സ്വിസ് ഫ്രാങ്ക് നോട്ട് 100ന്റെ സ്വിസ് ഫ്രാങ്ക്, അതിനിപ്പോ 10,000 രൂപയാണ് ഇപ്പൊ വില. അപ്പോ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ താങ്കളെ കണ്ടിട്ടില്ലാത്ത ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോ ഞാൻ ഇവിടുന്ന് ഒരു പഴയൊരു ലീറ എന്ന് പറഞ്ഞ് ഇറ്റാലിയൻ ഇതുണ്ടായിരുന്നല്ലോ, അത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് സ്വിസ് ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞാല് താങ്കൾ ചിലപ്പോൾ വിശ്വസിക്കും. പക്ഷെ സ്വിസ് ഫ്രാങ്ക് കണ്ടിട്ടുള്ള ആളാണ് താങ്കളെങ്കിൽ എനിക്ക് താങ്കളെ പറ്റിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഹിന്ദുക്കൾ ചെയ്യേണ്ടത് മതപഠനമാണ്. മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അവിടെ കലിയുഗത്തിന്റെ മ്ലേച്ഛതയും കാപട്യമൊന്നും അവിടെ ഇല്ല. ഇത് കലിയുഗമാണ്, ഘോര കലിയുഗം. മനസ്സിലായി? ഇവിടെ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ.
തട്ടിപ്പുകാരുടെ യുഗമാണ്. ഇപ്പൊ സദ്ഗുരു എന്നും പറഞ്ഞ ഒരാൾ കിടപ്പുണ്ട്. അയാൾ എന്താണ്? അയാൾ കോടീശ്വരനാണ്. പിന്നെ വേറെ ആൾ മരുന്ന് വെക്കുന്നുണ്ട്, അയാളും കോടീശ്വരനാണ്. ഈ സന്യാസിമാർക്ക് എന്തിനാണ് കാശ്? അപ്പൊ അവിടെ തന്നെ അവരൊക്കെ കള്ളന്മാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അമൃതാനന്ദ അമ്മായി കോടീശ്വരിയാണ്. അങ്ങനെ കുറെ എണ്ണമുണ്ട് ഹിന്ദുക്കളിൽ. അപ്പൊ അവരെ ഞാൻ വിമർശിക്കുന്നു. മനസ്സിലായോ? ശരി സന്യാസം എന്ന് പറഞ്ഞാല് സർവസംഘ പരിത്യാഗം. കാശ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാല് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ വരും ചെയ്യും. ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ഒരു പണക്കാരനാണെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി മണിയടിച്ച് കുറെ എണ്ണം ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ കാശ് ആദ്യം ഒഴിവാക്കുക എന്നുള്ളത് ഒരു സന്യാസി ബാലപാഠമാണ്. കാശ് ആകുമ്പോ എന്താ പറയാ, ശങ്കരാചാര്യരല്ലേ സന്യാസി? നമ്മൾ കേരളീയരല്ലേ? കേരളത്തിൽ നിന്ന് കേരള മണ്ണിൽ പിറന്ന മഹാനായ സന്യാസിയല്ലേ ശങ്കരാചാര്യര്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെറും തറയിൽ ഉറക്കം. ഈ സന്യാസികൾ ഇപ്പോഴുള്ള ഈ സദ്ഗുരും ടീമൊക്കെ വെറും തറയിലാണ് ഉറങ്ങണത്. പട്ടുമെത്തയിലാണ് അവന്മാർ ഉറങ്ങണത്. എന്നെക്കാളും താങ്കളെക്കാളൊക്കെ വളരെ അടിപൊളിയായിട്ട് കാറിൽ വന്നെ കാണണം. മെഴ്സിഡീസ്, എസ് ക്ലാസ് മെഴ്സിഡീസ് ഒക്കെ ഓടിച്ച് ഭയങ്കര വലിയ ജഗ്വാറിലൊക്കെയാണ് വന്നിറങ്ങണത് സന്യാസിയാണ് പറയുമ്പോ. മനസ്സിലായോ? ഇവരൊക്കെ ഹിന്ദുക്കളെ കൊന്നൊടുക്കും. അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവരിന്നൊക്കെ മാറി നിൽക്കുക. മനസ്സിലായോ? അവരിന്നൊക്കെ മാറി നിന്നിട്ട് സ്വയം ഇപ്പൊ എല്ലാ പുസ്തകങ്ങളും കിട്ടുമല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു സനാതനിയായി മാറിയ ആളാണ്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഏതെങ്കിലും കാവിയിട്ട ആൾക്കാരുടെ അടുത്ത് പോയോ? ഞാൻ പോയില്ല. ഞാൻ ശ്രീ ശിവമഹാപുരാണം മലയാളത്തില് സമ്പൂർണം അത് സ്വാമി ദയാനന്ദ തീർത്ഥ പരിഭാഷ ചെയ്ത് അത് ശങ്കരാചാര്യ സ്വാമികൾ അത് വായിച്ചു. അതിന്റെ ഒരു അക്നോളജ്മെന്റും വെച്ചിട്ടുണ്ട് ആദ്യത്തെ പേജിൽ തന്നെ. ഇത് വായിച്ചു, വളരെ നല്ലതാണെന്നും പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ വായിച്ചത്. അങ്ങനെ അറിയാലോ നമുക്ക്. അപ്പൊ അത് അറിഞ്ഞു കഴിയുമ്പോ ഇവര് പറയണ പൊട്ടത്തരം നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വിസ് ഫ്രാങ്ക് എങ്ങനെ ഇരിക്കണമെന്ന് അറിഞ്ഞാലേ കള്ളനോട്ടും കൊണ്ട് വരുന്നവനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് എന്റെ സംഭവം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇത് കലിയുഗമാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞിട്ടാണ് താങ്കൾ മനസ്സിലാക്കണമെന്ന്. ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, ശ്രീ ശിവമഹാപുരാണം അതിന്റെ ആദ്യത്തെ സംഹിതയിൽ തന്നെ വേദവ്യാസനാണ് പറയുന്നത് ഇത് കലിയുഗമാണ്. ഇത് ഇവിടെ കള്ള ഗുരുക്കന്മാരുടെ, കള്ള സന്യാസിമാരുടെ കാലമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോ നമുക്കറിയാം. പിന്നെ മാത്രമല്ല, ഞാനും സ്വിസ് വിനോദും കൂടി ബൈക്കില് കേരളത്തിൽ ഉടനീളം തെക്ക് വടക്ക് ഒരു യാത്ര അങ്ങോട്ട് നടത്തി. നാട്ടിൽ വന്നിട്ട് സാധാരണ ആൾക്കാര് മൂന്നാറും കൊടൈക്കനാലൊക്കെയാണ് പോണത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാല്. നമ്മള് ബൈക്കില് സ്വിസ് ജീമായിട്ട് ഒരൊറ്റ പോക്കായിരുന്നു. എല്ലാ ആശ്രമങ്ങളിലും കയറി ഇറങ്ങി. എല്ലാം തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഡോളറ്, പെണ്ണ്, അതൊക്കെ വെള്ളക്കാരി, ഇതൊക്കെയാണ് അവരുടെ നോട്ടം. അല്ലാണ്ട് അവിടെ ഒരു ആത്മീയതയില്ല, ഒരു പിണ്ണാക്കും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അടുത്ത ചോദ്യം.